ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്തൊക്കെ അമലുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഒന്ന്, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസം കൂടി ആയതുകൊണ്ട് ഈ മാസത്തെ നന്മകൾ ഒരുപാട് കൊണ്ട് ചെയ്യുക, തിന്മകളിൽ നിന്നും മാറി നിൽക്കുക, മാത്രമല്ല സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഈ മാസത്തെ ബഹുമാനിക്കേണ്ടത്. 2, ഖുർആൻ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ ഫജ്ർ ഓതിയാൽ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുകയും നമ്മുടെ പദവികൾ അല്ലാഹു തആല ആഖിറത്തിലും ദുനിയാവിലും ഉയർത്തുകയും. മഗ്രിബിന് ശേഷം യാസീൻ ഓതൽ പ്രത്യേകം നല്ലതാണ്. പ്രത്യേകം മനസ്സിൽ കരുതി ഓതേണ്ട ഒരു സൂറത്താണ്. ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ ഓരോ ദിവസവും 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ ദാരിദ്ര്യം, കടം, സിഹർ, രോഗങ്ങൾ, പാപങ്ങൾ, നിഫാഖ് എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തരും. സൂറത്തുൽ ഹജ്ജ്, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ ഈ സൂറത്തുൽ ഹജ്ജ് ഓതുന്നതിന്റെ പ്രതിഫലം കൊണ്ട്, മഹത്വം കൊണ്ട് അടുത്ത വർഷം എനിക്കും ഹജ്ജിന് പോകാനുള്ള അവസരം തരണേ അല്ലാഹ് എന്നൊക്കെ മനസ്സിൽ കരുതി ഓതിയാൽ അതിനും പുണ്യം. ഇന്നത്തെ മഗ്രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ജമാസം മുഴുവനും അല്ലാഹുവിന്റെ വലിയ ബറക്കത്തും റാഹത്തും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബത്തിനും നമുക്കൊക്കെ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നാലാമത്തെ കാര്യം, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നമ്മൾ എന്ത് ചെയ്യുക? പറ്റുന്നതുപോലെ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പോടൊപ്പം തന്നെ ദുൽഹിജ്ജ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് എന്നുകൂടി നമുക്ക് കരുതാൻ പറ്റുന്നതാണ്. നല്ലവണ്ണം ദുആരക്കുക, എല്ലാ സമയത്തും സ്വതക്കകൾ അധികരിപ്പിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, സ്വലാത്തുകൾ ധാരാളമായിട്ട് പറയുക, സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യുക. എപ്പോഴും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യം. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവേണ്ട.